ഹായ് ഫ്രണ്ട്സ്, KS കിസാമറിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഒരു കരിയാപ്പ് വെക്കുന്നതിനെക്കുറിച്ചാണ്. ഞാൻ ഒരുപാട് കരിയാപ്പ് 22 വർഷമായിട്ട് വെച്ച് നോക്കി. എനിക്ക് ഒരു കരിയാപ്പ് പോലും മുകളിലോട്ട് വളർത്തിക്കൊണ്ട് വരാൻ സാധിച്ചില്ല. ഞാൻ പല സ്ഥലങ്ങളിൽ നിന്നും വേരോടുകൂടിയും മണ്ണോടുകൂടിയും എല്ലാം കരിയാപ്പ് വെച്ച് നോക്കി. കരിയാപ്പ് കുറച്ച് മുകളിലോട്ട് വരും, പിന്നെ അത് മുരടിച്ച് നിൽക്കും. ഇതിൻ്റെ കാരണം എന്തെന്ന് അറിയത്തില്ലാതെ വന്നപ്പോൾ പല യൂട്യൂബിലും തപ്പി അവർ പറയുന്ന വിദ്യകളെല്ലാം ചെയ്തു നോക്കി. അതായത് കഞ്ഞിവെള്ളം പുളിപ്പിച്ചൊഴിക്കുക, അതുപോലെ തെളിയെടുത്തൊഴിക്കുക, ഇങ്ങനെയുള്ള പല വിദ്യകളും പ്രയോഗിച്ചിട്ടും കരിയാപ്പിൻ്റെ മുരടിച്ച മാറിയിട്ടില്ല. ഇങ്ങനെ ഇരിക്കുമ്പം ആ മരുന്ന് ഞാൻ റീവ പ്രയോഗിക്കുകയും കുരുനിലകളിൽ പ്രയോഗിച്ച് കഴിഞ്ഞപ്പം കുരുനിലകൾ അവിടെ വന്ന് മുറുകുന്നതായിട്ട് കാണാൻ സാധിച്ചു. ഇങ്ങനെ മുറുകിക്കഴിഞ്ഞ ഇലകൾ വീണ്ടും വീണ്ടും വരികയും ഞാൻ അവിടെയെല്ലാം വീണ്ടും അടിച്ചു തുടങ്ങി. അപ്പം ഒരു വർഷമായിട്ടുള്ള ഒരു കരിയാപ്പ് എനിക്ക് വളർന്ന് മുമ്പോട്ട് വന്നു. അപ്പോൾ ഒറ്റ വർഷം കൊണ്ട് തന്നെ എൻ്റെ കരിയാപ്പ് നല്ല രീതിയിലേക്ക് വളർത്തി എടുക്കാൻ എനിക്ക് സാധിച്ചു. അതുകൊണ്ട് പല ആൾക്കാർക്കും വിഷമിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോയിലേക്ക് വരുന്നത്. അങ്ങനെയാണ് ഈ കരിയാപ്പിൻ്റെ വീഡിയോ ഞാനിപ്പം ഇവിടെ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് അറിവ് കുറഞ്ഞ ആൾക്കാർ, അതുപോലെ പിടിക്കാത്ത ആൾക്കാർ ഒക്കെ ഈ വീഡിയോ കാണുകയും നിങ്ങളിത് ഒന്ന് പരീക്ഷിച്ച് നോക്കുകയും ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു കരിയാപ്പ് പിടിപ്പിച്ചെടുക്കുവാൻ സാധിക്കും. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. ഞാൻ ഈ മരുന്നിനെക്കുറിച്ച് ഇപ്പോൾ തന്നെ ഞാൻ ഇതിൻ്റെ ഒടുവിൽ പറയുന്നു. ഇതാണ് റീവ. ഈ റീവ 5 എന്ന് പറഞ്ഞ മരുന്ന് നമ്മൾ മേടിക്കുക. ഇത് 5 ml എടുക്കുക. 5 ml എന്ന് പറഞ്ഞാൽ ഈ പാത്രത്തിൻ്റെ അടപ്പിൻ്റെ അളവിൽ തന്നെ ഉണ്ട് 5 ml. അതായത് മോൾ വശത്ത് 5 ml. ഈ 5 ml എടുത്ത ശേഷം 1 ലിറ്റർ കൊള്ളുന്ന ഒരു പാത്രത്തിൽ ഒഴിച്ച ശേഷം 1 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ച് കുലുക്കി വെക്കുക. ഇത് നമുക്കവിടെ വെക്കാം, യാതൊരു കുഴപ്പമില്ല. പിന്നീട് വരുമ്പോൾ അടിച്ചു കൊടുക്കുക. മാത്രമല്ല, ഉറുമ്പിനും നമുക്ക് ഇത് അടിക്കുന്നത് നല്ലതാണ്. 1 മാസത്തേക്ക് ഉറുമ്പൊന്നും നമ്മുടെ വീടുകളിൽ ഉണ്ടാകത്തില്ല. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കാരണം ഞാൻ വിവിധ രീതിയിലുള്ള വീഡിയോകൾ ഇടുന്നുണ്ട്. ആ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് മൊബൈലിൽ കിട്ടുന്നതായിരിക്കും. അപ്പം അടുത്തതായി കരിയാപ്പ് എങ്ങനെയാണ് വളർത്തിയെടുത്തതിൻ്റെ കൂടുതൽ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. വളപ്രയോഗം എങ്ങനെയാണ് വളം ഇട്ടത് എന്നതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. ഇപ്പോൾ വീഡിയോ വളരെയധികം നീണ്ടു പോകുന്നതുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.